G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് അമിതാഭ് കാന്ത് രാജിവെച്ചു. 2022 അമിതാഭ് കാന്തിനെ ഷെർപ്പയായി നിയമിച്ചത്. നീതി ആയോഗ് മുൻ CEO കൂടിയായിരുന്നു അമിതാഭ് കാന്ത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, എന്താണ് രാജിക്ക് പിന്നിൽ? 45 വർഷത്തെ സർക്കാർ സേവനം അത് അവസാനിപ്പിച്ചുകൊണ്ടാണ് അമിതാഭ് കാന്ത് ഇപ്പോൾ G20 ഷെർപ്പ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കായിരുന്നു അദ്ദേഹം രാജിക്കത്ത് നൽകിയത്. അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു, അംഗീകരിക്കുകയും ചെയ്തു. 45 വർഷം മുമ്പാണ് അദ്ദേഹം IAS ഉദ്യോഗസ്ഥനായി, കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് സർവീസിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് നീതി ആയോഗിന്റെ CEO അടക്കമുള്ള പോസ്റ്റുകൾ അദ്ദേഹം വഹിച്ചിരുന്നു. 2022 അദ്ദേഹം G20 ഷെർപ്പയായും പ്രവർത്തിച്ചു. 2023 ഇന്ത്യയുടെ പ്രസിഡൻസിയിൽ G20 ഇന്ത്യയിൽ നടന്ന സമയത്ത് അതിന്റെ ചുക്കാൻ പിടിച്ചത് അമിതാഭ് കാന്ത് ആയിരുന്നു. അദ്ദേഹം ഈ സർക്കാർ സേവനത്തിൽ നിന്ന് പടിയിറങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. തുടർന്നും ഈ സ്റ്റാർട്ടപ്പുകൾക്കും മറ്റും ഉപദേശം നൽകുന്ന റോളിലേക്ക്, സ്വകാര്യ മേഖലയിലേക്ക് തിരിയുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.